മലയാളി യുവതിയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം തേവലക്കര സ്വദേശി അതുല്യ ശേഖറാണ് മരിച്ചത്. ദുബായിൽ കോൺട്രാക്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സതീഷ് ശങ്കറിൻ്റെ ഭാര്യയാണ്. അതുല്യയുടെ മരണം ഭർത്താവിൻ്റെ പീഡനത്തെ തുടർന്നെന്ന് പരാതി. യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്ത് വന്നിരിക്കുന്നു. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, വീണ്ടും ഒരു ആത്മഹത്യ ഷാർജയിൽ. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ തെളിവുകളുടെ ആവശ്യം ഇല്ല. ഭർത്താവ് ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എവിടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ഷിൻസ്. അനിൽ നമ്പ്യാർ, വീണ്ടും ഒരു ദുഃഖകരമായ വാർത്ത ഷാർജയിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. വീണ്ടും ഭർത്തൃപീഡനത്തെ തുടർന്ന് ഒരു ആത്മഹത്യ. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിലാണ് അതുല്യ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുതിയ ജോലി പ്രവേശിക്കാൻ ഇരിക്കുകയാണ് മരണം. ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ എഞ്ചിനീയറായ ഭർത്താവ് സതീഷും അതുല്യയുമായി വെള്ളിയാഴ്ച രാത്രി വഴക്കുണ്ടായതായി ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് സതീഷ് കൂട്ടുകാരോടൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ 4 തിരിച്ചെത്തിയപ്പോഴാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സതീഷ് സ്ഥിരം മദ്യപിക്കുന്ന ആളാണെന്നും അതുല്യ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. അപ്പോൾ അതിന് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ അതിന് പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വർഷങ്ങളായി യുഎയിലുള്ള സതീഷ് 1.5 വർഷം മുൻപാണ് അതുല്യെ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആദ്യം ദുബായിലായിരുന്നു താമസം, പിന്നീട് ഷാർജയിലേക്ക് മാറുകയായിരുന്നു. ഏക ആരാധിക അതുല്യയുടെ മാതാപിതാക്കളായ രാജശേഖര പിള്ളയ്ക്കും തുളസിഭായിക്കൊപ്പം നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏക സഹോദരിയ അഖില, അതുല്യയുടെ സഹോദരി അഖില ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിന് സമീപം താമസിക്കുന്നുണ്ട്. ഭർത്താവിന്റെ പീഡനങ്ങളെ കുറിച്ച് അതുല്യ അഖിലയോട് പറഞ്ഞിരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൃതദേഹം ഇപ്പോൾ ഷാർജ ഫോറൻസിക് വിഭാഗത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും. അനിൽ നമ്പ്യാർ. ഷിൻസ്, അതുല്യയുടെ ദേഹമാസകലം ഭർത്താവ് ഉപദ്രവിച്ചതിൻ്റെ പാടുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ആത്മഹത്യക്ക് തൊട്ടു മുമ്പുള്ളതാണോ അതോ നേരത്തെ സംഭവിച്ചതാണോ? ഇത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഇത് അതുല്യയുടെ കുടുംബത്തിലേക്ക് അവർ അയച്ചു കൊടുത്ത വീഡിയോകളാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ വന്നിട്ടില്ല. നാളെ അവരുടെ കുടുംബം നമ്മൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇത് നിരന്തരമായ ഒരു പീഡന പരമ്പരയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണയും ഇവർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന വീഡിയോകളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായി ഇതിപ്പോ മരിക്കുന്നതിന് തൊട്ടു മുൻപ് എടുത്ത അല്ലെങ്കിൽ ആ രാത്രിയിൽ എടുത്ത വീഡിയോ ആണെന്നല്ല, നേരത്തെ എടുത്ത വീഡിയോകൾ പല ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. പല വേഷത്തിലുള്ള പല അതുല്യ ധരിച്ച വേഷങ്ങളിലടക്കം വ്യത്യാസമുണ്ട്. അപ്പോൾ പല ദിവസങ്ങളായി നടന്ന മർദ്ദനങ്ങളുടെ വീഡിയോസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിൻസ്, ഇത് ആത്മഹത്യ തന്നെയാണോ അതോ ഭർത്താവ് കൊന്നതാണോ? ആ തരത്തിലുള്ള നിഗമനങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ മൃതദേഹം ഫോറൻസിക് വിഭാഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു, തുടർ നടപടികൾക്കായി എന്നുള്ള വാർത്തകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അല്ല ഭർത്താവിന്റെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ആത്മഹത്യയാണെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മഹത്യയാണോ കൊലപാതകമാണെന്ന രീതിയിലേക്ക് വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേരളത്തിന്റെ മലയാളി യുവതിയായ വിപിൻജിയുടെ ഒരു ആത്മഹത്യ നടന്നത്. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ അതിൽ കഴിഞ്ഞ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നാളെയാണ് വിപിൻജിയുടെ മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ തന്നെയാണ് വീണ്ടും ഒരു ദുരന്തം മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രവാസ ലോകത്തുള്ള മലയാളി യുവതികളെ സംബന്ധിച്ച് വിഷമമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള അനേക സ്ത്രീകൾ ഇപ്പോൾ ഷൂഹിയിലും ഷാദിയിലൊക്കെ താമസിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുല്യയുടെ ഭർത്താവ് സതീഷ് ഇപ്പോൾ എവിടെയുണ്ട്? സതീഷിൻ്റെ വിശദീകരണം വല്ലതും വന്നിട്ടുണ്ടോ? സതീഷ് ഈ വീഡിയോകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു സൈക്കോ സ്വഭാവമുള്ള ഒരാളാണ് എന്നാണ് വ്യക്തമാകുന്നത്. സതീഷിൻ്റെ സുഹൃത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു വിശദീകരണമോ എവിടെയാണ് ഉള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും വിശദീകരണം ഉണ്ടായിട്ടില്ല. നമ്മളവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇതുവരെ അത്തരത്തിലുള്ള ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിയുടെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലാണോ അതോ ബന്ധുക്കളുടെ ഒപ്പമാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അത് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
യെസ്, കൊല്ലത്ത് നിന്ന് മനോജും ചേരുന്നുണ്ട്. മനോജ്, വീട്ടുകാരെന്താണ് പറയുന്നത്? കൊല്ലം തേവലക്കര സ്വദേശിയാണ് അതുല്യ. ഇന്ന് മിഥുൻ്റെ വിയോഗം, മിഥുൻ്റെ സംസ്കാരം, അതെല്ലാം ആ നാടിനെ വല്ലാത്ത ദുഃഖത്തിൽ ആഴ്ത്തിയ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ തേവലക്കര സ്വദേശിയായ അതുല്യയുടെ വളരെ ദാരുണമായിട്ടുള്ള മരണവാർത്ത എത്തുന്നത്. ബന്ധുക്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അനിൽനമ്പ്യാർ ഈ തെക്കുംഭാഗം സ്വദേശിനിയാണ്. 30 വയസ്സായിട്ടുള്ള അതുല്യ ഈ തേവലക്കരയ്ക്ക് സമീപമാണ്. എന്തായാലും വലിയ ദുഃഖത്തിൽ തന്നെയാണ് ബന്ധുക്കളൊക്കെയും. അതോടൊപ്പം തന്നെ ഇതൊരു ആത്മഹത്യയാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു ഈ അതുല്യക്ക്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം കുടുംബത്തിന് അയച്ചു കൊടുത്തു. ഒരു തെളിവെന്ന വണ്ണമാണ് ഈ അതുല്യ ഈ ദൃശ്യങ്ങളൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്, സഹോദരിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൈക്കോയെ പോലെ പെരുമാറുന്ന ഭർത്താവ്. ആ സതീഷ് ശങ്കറിന്റെ പെരുമാറ്റം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ആ ദൃശ്യങ്ങളിൽ ഓരോ വീഡിയോസിലും പരിശോധിക്കുമ്പോൾ ഉപദ്രവിക്കുന്നതായിട്ടും അതിൽ അതുല്യ നിലവിളിക്കുന്നതുമായിട്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ അതായത് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു സതീഷിനെതിരെ. ആ സമയത്തൊക്കെ തന്നെ പിന്നീട് ബന്ധുക്കളൊക്കെ ഇടപെട്ട് സമവായ ചർച്ച നടത്തിയ ശേഷമാണ് പിന്നീട് ഷാർജയിലേക്ക് അതുല്യയെ അയക്കുന്നത്. വീണ്ടും അത് തന്നെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു മകളുണ്ട്, മകളൊക്കെ തന്നെ നാട്ടിലാണുള്ളത്. ഈ സമയത്ത് തന്നെ ആദ്യം ദുബായിലായിരുന്നു, പിന്നീട് ഷാർജയിലേക്ക് മാറുമ്പോൾ ഈ മുറിക്കകത്ത് അതുല്യയെ പൂട്ടിയിട്ട് സതീഷ് ജോലിക്ക് പോയിട്ടുള്ളതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ നിരന്തരമായി അതുല്യയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ഇതുപോലെ തന്നെ ലഹരി ഉപയോഗവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ സതീഷിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് ഇത്തരത്തിൽ ഈ വീഡിയോസ് ഒക്കെ ചിത്രീകരിച്ച് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് ഇതൊരു തെളിവായി സൂക്ഷിക്കണമെന്ന വണ്ണം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം ആത്മഹത്യ എന്നുള്ളതിൽ ഉപരി മറ്റ് എന്തെങ്കിലും ആണോ, അതായത് ഭർത്താവ് തന്നെയാണ് ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള ഒരു സംശയമൊക്കെ തന്നെ ബന്ധുക്കളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള കാര്യം തന്നെയാണ് ബന്ധുക്കൾ ഓരോരുത്തരും പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല, നിരന്തരമായി ഈ ഉപദ്രവമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പല കാരണങ്ങൾ ചൊല്ലിയാണ് ഈ ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നത്. അത് സഹിക്കാൻ പറ്റാതെയാണ് യുവതി അത് വീഡിയോ ചിത്രീകരിച്ച്, ആ വീഡിയോയിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ സതീഷ് ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ കരയുന്ന അതുല്യയെ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഷാർജ പോലീസ് ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലും ഇത് സംബന്ധിച്ച അന്വേഷണം ഇവിടെ പോലീസിനും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രാഥമികമായി മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നടപടികളിലേക്ക് കൂടെ പോലീസ് കടക്കും. എന്തായാലും വളരെയധികം ക്രൂരമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ദൃശ്യങ്ങൾ കുടുംബത്തിന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുല്യ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ വീട്ടുകാരെ ഈ കാര്യം അറിയിച്ചിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മുൻപ്. മനോജ്, ഒരു നിമിഷം. മനോജ്, അതുല്യയുടെ ബന്ധു ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ഹലോ, കേൾക്കാമോ? ഈ നേരത്തെ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയിരുന്നു, പിന്നീട് സമവായ ചർച്ച നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരുമിച്ച് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നോക്കൂ, നിരവധി വീഡിയോ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം എന്താണ് സംഭവിച്ചത്? വീണ്ടും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായിരുന്നോ, അതോ ഇതെല്ലാം സഹിക്കാൻ മകളെ വിട്ടുകൊടുക്കുകയായിരുന്നോ? അങ്ങനെയല്ല, നമ്മളെ കുടുംബമായിട്ട് നമ്മളൊരു അതായത് അവള് കല്യാണം കഴിച്ച ഒരു കൊച്ചുണ്ട്. അപ്പം നമ്മൾ അവിടെ ജീവിതം ഒരു നശിക്കല്ലേ എന്നുള്ള രീതിയിൽ നമ്മളെ കുടുംബമായിട്ട് തന്നെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു. നമ്മൾ അവളെ എല്ലാം കോംപ്രമൈസ് ചെയ്ത് അവരുടെ ഫാമിലിയെയും വിളിച്ച് നമ്മുടെ ഫാമിലിയെയും വിളിച്ച് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചർച്ച നടത്തിയിട്ടാണ് നമ്മൾ കോംപ്രമൈസ് ആക്കി വിട്ടത്. അതിനുശേഷവും കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ പറയുന്നതാണ്, ഇപ്പൊ ഇനി നമ്മൾ ഇത്ര അവസരം കൊടുത്തു എന്നിട്ടും നീ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറയുന്നതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഫാമിലിയായിട്ട് അവളങ്ങനെ ഒരു
അതായത് അവിടെ ഒരു പേഴ്സണലായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും അവള് തുറന്ന് അമ്മ അടുത്ത് പറഞ്ഞിരുന്നില്ല. അവൾക്ക് ആകപ്പാടെ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയും അനിയത്തിയായിട്ട് മാത്രമേ ഉള്ളായിരുന്നു. അവർ രണ്ടുപേരുടെ അടുത്തായിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ അവര് ആൾറെഡി ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുന്നത് വെച്ചാൽ അവർ അന്ന് പറഞ്ഞതാണ് ഇത് ഉണക്ക് എന്തിനാ അവനെ ഇനി എന്തിനാ നീ സഹിച്ചു നിൽക്കുന്നത്, ഇത്ര ഉപദ്രവിക്കുന്നവനെ എന്തിനാ സഹിച്ചു നിൽക്കുന്നത്, നീ പോരെ, ഒന്ന് കയറി പോരെ, അല്ലെങ്കിൽ നീ അവിടെ എന്തെങ്കിലും വേറെ ജോലി നോക്ക് എന്ന് അവര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവള് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ കൊച്ചിനെ നോക്കണം, അവിടെ കൊച്ചിനെ വളർത്തണം, എനിക്ക് തന്നെ ഒരു കുഞ്ഞുണ്ട്, അതിനെ പിന്നെ ആര് നോക്കും എന്നുള്ള രീതിയിലാണ് അവള് നിന്നത്. പക്ഷെ ഇപ്പൊ നടന്ന എന്താണെന്ന് നമുക്കറിയില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല, ഞാനെന്നല്ല എന്റെ ഫാമിലി ഉൾപ്പെടെ ആരും വിശ്വസിക്കുന്നില്ല അവള് സൂയിസൈഡ് ചെയ്യുന്നുള്ള കാര്യം. അവൾക്ക് സൂയിസൈഡ് ചെയ്യണമെങ്കിൽ അവൾക്ക് അതിനു മുമ്പ് ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. ഇത് കൊലപാതകം തന്നെയാണ്. അല്ല, ഈ സതീഷിൻ്റെ അസുഖം എന്താണ്? ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാവുന്നത് അയാളൊരു സൈക്കോ ആണ്. ഈ ഗാർഹിക പീഡനം നടത്തിയത് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കമാണോ? പീഡനത്തെ ചൊല്ലി മാത്രമല്ല, അവന് നല്ല രീതിക്ക് അവന് സംശയരോഗം ഉണ്ടായിരുന്നു. അവന് സംശയരോഗമായിരുന്നു മെയിൻ. അവൻ സ്ത്രീധനം മാത്രമല്ല, അവന് പൈസയുടെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവന് ഏകദേശം മാസം വരുമാനം 2 ലക്ഷം രൂപ ശമ്പളം ഉള്ളവനാണ് അവന്. പക്ഷെ അതിന്റെ മാത്രമല്ല, അവന് സംശയരോഗം ഉണ്ട്. അവന് എല്ലാ കാര്യത്തിനും അവളെ കാര്യങ്ങളായിരുന്നു അവളെ ഒരു ജോലിക്ക് വിടാൻ. സ്വന്തം വീട്ടിൽ നിന്നാൽ പോലും അവന് സംശയരോഗമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് മദ്യപിച്ചില്ലെങ്കിൽ ഇത്രയും നല്ലൊരു വ്യക്തിത്വം ഇല്ല, എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു മനുഷ്യനെ മഷിട്ട് നോക്കിയാൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഇയാള്. ഇയാളുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? കുടുംബ പശ്ചാത്തലം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അത്രയും എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ടാണെങ്കിൽ ഇതോണക്ക് ചേട്ടനും നല്ല മദ്യപാനിയായിരുന്നു. ചേട്ടൻ കാലത്ത് ഇതോണക്ക് പോയതാണ്. 35 വയസ്സ് ഏകദേശം അത്രേ കാണത്തുള്ളൂ. പുള്ളിയും നല്ലോണക്ക് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവനും അതുകൊണക്ക് തന്നെ ആയിരുന്നു. പിന്നെ അനിയനുണ്ട്. അനിയന് അങ്ങനൊന്നും പോയിട്ടില്ലെന്നാണ് എന്റെ ഇതേവരെയുള്ള വിശ്വാസം. എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഞാൻ അവരെ ഫാമിലിയായിട്ട് അങ്ങനെ, അതായത് അതിഥിയുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയായിട്ട് എനിക്ക് അത്രയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയത്തില്ല. ഞാൻ 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങൾ അത് ഓരോ ദിവസത്തെ ദൃശ്യങ്ങളാണ് അയച്ചു കൊടുത്തത്. അപ്പോൾ വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ കുട്ടി നിരന്തര പീഡനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്ന്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നിട്ടും ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ അതുല്യയെ നാട്ടിലെത്തിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടായില്ല. തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. അവരുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഓരോ ദിവസവും അവളെ ഇത് അയച്ചു കൊടുക്കുമ്പോഴും അവളെ ഇങ്ങനെ അവളെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും, അതായത് എന്റെ വല്യമ്മ പറയുന്നുണ്ട് ഓരോ ദിവസവും, നീ അവിടെ നിൽക്കണ്ട, അവന്റെ കൂടെ നിൽക്കണ്ട, നീ കയറിപ്പോരെ, അല്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ജോലി നോക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും അവള് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാണ് അവൾ ഇത്രയും നാളും അവിടെ പിടിച്ചു നിന്നത്. എന്റെ കുഞ്ഞിന് ആരുണ്ട്, കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, അവിടെ വന്നാലും ഞാൻ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലാതെ എത്ര കാലം ഞാൻ പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നത്. ഷാർജയിൽ മറ്റ് ബന്ധുക്കളൊന്നുമില്ലേ? ഷാർജയിലുണ്ട്. എന്റെ അതായത് അതുല്യയുടെ സിസ്റ്റർ, അതായത് എന്റെ കസിൻ സിസ്റ്റർ, അവള് അവിടെയാണ്. അവള് അവിടെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഇപ്പൊ അവരാണ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അപ്പൊ അവര് വീട്ടിൽ പോവാറില്ലേ? ഈ അതുല്യയുടെ വീട്ടിൽ പോവാറില്ലേ? ലാസ്റ്റ് അതുല്യയുടെ അവര് തമ്മിൽ വലിയ വ്യത്യാസമില്ല. നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ പോലും തികച്ചില്ലെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് അന്ന് അവിടെ ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം ആ ബർത്ത്ഡേയുടെ ആ ദിവസം അവിടെ അഖിലയുടെ റൂമിലുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അവര് ഡ്രസ്സ് എടുത്തിട്ട് എല്ലാം ചിരിച്ചും കളിച്ചും, അവളിപ്പോഴും ഇന്ന് വിളിച്ചപ്പോൾ അവൾ കരഞ്ഞോണ്ട് പറഞ്ഞ് അവിടെ ചിരിക്കുന്ന മുഖം അവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, അവള് ചിരിച്ച് കളിച്ച് എല്ലാം പറഞ്ഞോണ്ടാ പോയത്. ഇതാ അവള് പറഞ്ഞിട്ട് വെച്ചത്. അവർക്ക് ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ അവൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി ഹോസ്പിറ്റൽ ഏതാണെന്ന് പോലും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർക്ക് ഇനി തിങ്കളാഴ്ച അതിന്റെ റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം തിങ്കളാഴ്ച അവർക്ക് കിട്ടത്തോളം എന്നാണ് പറയുന്നത്. ഇന്നിപ്പോ രാവിലെ വിളിച്ചിട്ട് പോലും അവർ പറയുന്നത് അവൻ ഇപ്പോഴും രാവിലെ കുത്തി എടുത്ത് അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് അവർ പറയുന്നത്. അതുല്യയുടെ മരണവിവരം ആരാണ് അറിയിച്ചത് അവിടെ നിന്ന്? ഞാൻ അറിയുന്നത് എന്റെ നെയ്ബർ വഴിയാണ്. അഖിലയാണ് വിളിച്ചവരെ വീട്ടിൽ പറയുന്നത്. അപ്പം രാവിലെ ഞങ്ങള് ഒരു ഫംഗ്ഷന് പോകാനായിട്ടിരുന്നതാണ്. ഇപ്പം എന്റെ വൈഫിനാണെങ്കിൽ ഒരു PSCയുടെ എക്സാം ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകാനായിട്ടിരുന്നേ. അപ്പൊ അങ്ങനെ ഇറങ്ങിയ സമയത്താണ് എന്റെ നെയ്ബർ വന്നിട്ട് പറയുന്നത്, ഉണക്ക് അമ്മ എടുത്താ പറഞ്ഞത്. അപ്പൊ അമ്മ ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് ചെറിയ
ഇതുകണക്ക് തലകറക്കമൊക്കെ വന്ന് നിലവിളിച്ച് അത് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി ചെല്ലുന്നു. അപ്പം ചോദിച്ചപ്പോൾ അതിലെ തൂങ്ങി മരിച്ചെന്ന് പറയുന്നത്. യെസ്, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഞാൻ വീണ്ടും മനോജിലേക്ക് പോവുകയാണ്. മനോജ്, ഇപ്പോൾ ബന്ധു പറഞ്ഞത് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ്. കാരണം നിരന്തരം പീഡനത്തിന് വിധേയമായിട്ടും പിടിച്ചു നിന്ന ഒരു കുട്ടി, ആത്മഹത്യക്ക് സാധ്യതയില്ല, ഒരു പക്ഷേ കൊന്നതായിരിക്കാം എന്നൊരു സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. മാത്രമല്ല, ഇപ്പോൾ അതുല്യയുടെ അമ്മ പറഞ്ഞത് ഇന്നലെ രാത്രിയും സംസാരിച്ചിരുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് ഇന്ന് സംഭവിച്ചതാണ്, അതുകൊണ്ട് കൊലപാതകം തന്നെ എന്നാണ് അമ്മയും ആവർത്തിച്ച് പറയുന്നത്. തീർച്ചയായും ഇത് ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യമാണ് ബന്ധുക്കളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് സതീഷ് ഈ അതുല്യെ ഉപദ്രവിച്ച് ഇരുന്നു എന്നുള്ളത്. അതിൽ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അത് ചോദിക്കുന്നുണ്ട്, സതീഷ് എന്താണ് എടുക്കുന്നത്, വീഡിയോയാണോ എടുക്കുന്നത്? അതിലൊരു ഭയവും സതീഷിന്റെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നു. നേരത്തെ ബന്ധു സൂചിപ്പിച്ചിരുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് എന്നുള്ളത്. അപ്പോൾ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവം തുടർന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം ഈ തെളിവുകളെല്ലാം തന്നെ അതുല്യ ശേഖരിച്ച് വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിരുന്നു. എന്നാൽ വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ നടന്നിരുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയ ശേഷം ഷാർജയിലേക്ക് അയക്കുന്നു. വീണ്ടും നിരന്തരമായി ഈ പീഡനത്തിന് ഇരയാവേണ്ടി വരുന്നു എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ശരീരമാസകലം തന്നെ പാടുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നിരന്തരമായി സതീഷ് ഉപദ്രവിച്ചതിന്റെ പാടുകളാണ്, ആ നിലവിളിക്കുന്നതിന്റെ ആ ദൃശ്യങ്ങൾ ഉണ്ട്. അത്തരത്തിൽ നിരന്തരമായി ഈ പീഡനം ഏറ്റുവാങ്ങി ആ യുവതി അവിടെ താമസിച്ചു എന്നുള്ളതാണ്. ഈ ഷാർജയിലെ ഫ്ളാറ്റിനുള്ളിൽ ഈ യുവതിയെ പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇത്തരത്തിൽ ഈ മുറിക്കുള്ളിൽ വെച്ച് ഉപദ്രവിക്കുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ബന്ധുക്കൾക്ക് നിരന്തരമായി അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പല ദിവസങ്ങളിലായാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെ ബന്ധുക്കൾ